നിങ്ങൾ ഭയപ്പെടേണ്ട. ശത്രു നിമിത്തം, വൈരി നിമിത്തം, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലം നിമിത്തം നിങ്ങൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തിങ്കിൽ നിന്ന് ഉള്ള ആലോചനയെ പ്രാപിച്ച പ്രവാചകനായ യെശയ്യാവ് യഹൂദ രാജാവായ ആഹാസിന്റെ മുൻപിൽ പോയി അത് പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ പ്രാരംഭ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്, യഹൂദ ആഹാസ് എന്ന രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരാമ്യ രാജ്യത്തിൽ നിന്നും ഇസ്രായേൽ രാജ്യത്തിൽ നിന്നും യഹൂദയ്ക്ക് വിരോധമായി യുദ്ധം ചെയ്യുവാൻ ഉള്ള പദ്ധതികളുമായി ഈ രാജാക്കന്മാർ പുറപ്പെട്ടു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആഹാസിനോട് പ്രവാചകനായ യെശയ്യാവിലൂടെ കർത്താവ് അരുളി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. യെശയ്യാ പ്രവാചകനോട് കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്, നീയും നിന്റെ മകനെയും കൂട്ടിക്കൊണ്ട് ആഹാസിനെ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ എതിരേൽക്കാൻ ചെല്ലണമെന്ന് പറയുന്നു. അങ്ങനെ ആ ദൈവിക ആലോചന കേട്ടിട്ട് യെശയ്യാവ് ആഹാസിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവത്താൽ ലഭിച്ച ആലോചന യെശയ്യാ പ്രവാചകൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആഹാസിനോട് ഇപ്രകാരമാണ് പറയുന്നത്, സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കുക, പുകയുന്ന ഈ 2 മുറിക്കൊള്ളി നിമിത്തം അരാമിന്റെയും രസീന്റെയും രമല്യാവിൻ മകന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഹാസിനോട് കൽപ്പിക്കുന്ന ഒരു ദൈവിക ആലോചന ഇങ്ങനെയാണ്, അത് നിമിത്തം അല്ലെങ്കിൽ ആ 2 ജാതി നിമിത്തം, ആ 2 രാജ്യം നിമിത്തം നീ ഭയപ്പെടരുത്. അടുത്ത പദം, നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകുകയും അരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പകൽക്കാലവും കർത്താവിന് നമ്മോട് കൈമാറുവാനുള്ളൊരു ദൈവിക സന്ദേശം, നിങ്ങൾ ഭയപ്പെടേണ്ട. ശത്രു നിമിത്തം, വൈരി നിമിത്തം, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലം നിമിത്തം നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നിട്ട് കർത്താവ് പറയുക, നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകുകയും വരുത്. ഹല്ലേലൂയ. സ്തോത്രം. കഷ്ട ദിവസത്തിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ധൈര്യം ക്ഷയിച്ചു പോകുവാൻ ഇടവരരുത്. അത് കർത്താവിന്റെ വശത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം ഇവിടെ വീണ്ടും ആഹാസിനെ ഉറപ്പിക്കുകയാണ്, ഈ 2 ജാതി നിമിത്തം നീ ഭയപ്പെടരുത്. എന്നിട്ട് അടുത്ത ദൈവിക ആലോചന ഇങ്ങനെയാണ്, നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിലിടിച്ച് കടന്ന് താബേലിന്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണം എന്ന് പറഞ്ഞു. സ്തോത്രം. കർത്താവ് ഒരു ദൈവിക ആലോചന ആഹാസിനോട് കൈമാറുകയാണ്. 7-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, അത് നടക്കുകയില്ല, സാധിക്കുകയുമില്ല. സ്തോത്രം. അതായത് ഈ ശത്രു സൈന്യത്തിൽ നിന്ന് കടന്നു വന്ന പദ്ധതികൾ നടക്കത്തില്ല, അത് സാധിക്കത്തില്ല എന്നൊരു ഉറപ്പ് ദൈവം ആഹാസിന് നൽകുകയാണ്. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ പ്രവാചകൻ ഇപ്രകാരമാണ് പറയുന്നത്, നീ ഒരു അടയാളം ചോദിക്കണം. യഹോവ പിന്നെയും ആഹാസിനോട് 10-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ് പറയുകയാണ്, ഞാൻ ചോദിക്കുകയില്ല, എനിക്ക് ഒരു അടയാളം ചോദിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാനത് ചോദിക്കത്തില്ല എന്നൊരു ഉറപ്പ് ആഹാസ് നൽകുകയാണ്. താൻ പറയുകയാണ്, ഞാൻ ചോദിക്കില്ല, യഹോവയെ പരീക്ഷിക്കുകയും ഇല്ല എന്ന് പറഞ്ഞു. ദൈവത്തോടൊരു അടയാളം ചോദിക്കാൻ പ്രവാചകൻ പറയുമ്പോൾ ആഹാസ് പറയുകയാണ്, ഞാൻ ചോദിക്കത്തില്ല, ഞാൻ ദൈവത്തെ പരീക്ഷിക്കത്തില്ല. അടുത്ത പദത്തിൽ പറയുകയാണ്, അതിന് അവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാനിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്. സ്തോത്രം. മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാനിട്ടാണോ നിങ്ങൾ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്? പ്രവാചകനിലൂടെയുള്ള ദൈവിക അരുളപ്പാടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നിട്ട് യേശു കർത്താവിന്റെ ജനനത്തെക്കുറിച്ചൊരു പ്രവചനം സ്തോത്രം പ്രവാചകനിലൂടെ കർത്താവ് നൽകിയ അവിടെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിപ്പിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരടയാളം ചോദിക്കുവാൻ ആഹാസിനോട് പറയുമ്പോൾ ആഹാസ് പറയുകയാണ്, ഞാൻ ദൈവത്തോടൊരു അടയാളം ചോദിക്കത്തില്ലെങ്കിൽ ഞാൻ കർത്താവിനെ പരീക്ഷിക്കത്തില്ലെന്ന് പറയുമ്പോൾ ദൈവം തന്നെ, കർത്താവായ യഹോവ തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. സ്തോത്രം. എന്നിട്ട് യേശു കർത്താവിന്റെ ചിഹ്നത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് ഒരു ആലോചനയും കൂടെ അതിനോട് ചേർന്ന് നൽകിയാണ്.
അത് നമുക്ക് 16-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുൻപേ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആഹാസിന് വിരോധമായി അല്ലെങ്കിൽ യഹൂദയ്ക്ക് വിരോധമായി ഇസ്രായേലും അരാമ്യ സൈന്യവും കടന്നു വരുമ്പോൾ ദൈവം അവിടെ ഒരു ആലോചന നൽകിയാണ്. നീ അവരെ നിമിത്തം ഭയപ്പെടേണ്ട, നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകല്, അവരുടെ പദ്ധതികൾ സാധിക്കത്തില്ല, അവരുടെ ഉദ്ദേശങ്ങൾ നടക്കത്തില്ല എന്ന് കർത്താവ് ഒരു ആലോചന നൽകുകയാണ്. എന്നിട്ട് യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് സ്വന്തം കർത്താവിൻ്റെ അല്ലെങ്കിൽ യേശു നിന്റെ സ്വന്തം ജീവിതത്തിൽ വളർന്നു വരുന്നതിന് മുൻപ് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുൻപ് നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെ ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശത്രു നമുക്ക് വിരോധമായ എത്ര പദ്ധതികൾ ഒരുക്കിയാലും ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവിക ഉദ്ദേശങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിറവേറത്തുള്ളൂ. അങ്ങനെയെങ്കിൽ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്യും. വചനങ്ങളാൽ കർത്താവേ